നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഫോണിനകത്ത് നമ്മൾ എവിടേക്ക് യാത്ര പോകുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടെയാണുള്ളത്, നമ്മൾ ഇന്നലെ എവിടേക്ക് യാത്ര പോയി, ഇന്നത്തെ ദിവസം നമ്മൾ ഏത് വാഹനത്തിലാണ് യാത്ര പോയത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മറ്റൊരാൾക്ക് കാണാൻ സാധിക്കും. ഞാനത് കാണിച്ചു തരാം. നിങ്ങളുടെ ഫോണിനകത്ത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ യാത്രകളൊക്കെ, നിങ്ങളുടെ വീട്ടിലുള്ളവരോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ ഒക്കെ എവിടെ യാത്ര പോകുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ അതിനുവേണ്ടി ആദ്യമായിട്ട് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യാണ്. ഗൂഗിൾ മാപ്പിൻ്റെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. ഈ പ്രൊഫൈലിൻ്റെ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുകളിലായിട്ട് തന്നെ സ്വിച്ച് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ സ്വിച്ച് അക്കൗണ്ട് എന്നുള്ളതിനെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനകത്ത് നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്ന എല്ലാ മെയിൽ ഐ ഡി ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ അതേ മെയിൽ ഐ ഡി നിങ്ങളുടെ വീട്ടിലുള്ളവരുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെയോ കാമുകൻ്റെയോ കാമുകിയുടെയോ ഒക്കെ ഫോണിനകത്ത് നിങ്ങളുടെ മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ മെയിൽ ഐ ഡി നിങ്ങളുടെ ഫോണിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ എവിടേക്ക് യാത്ര പോകുന്നു എന്നുള്ള അവർക്കും അവരെവിടേക്ക് യാത്ര പോകുന്നു എന്നുള്ളത് നിങ്ങൾക്കും കാണാൻ സാധിക്കും. ഞാനത് കാണിച്ചുതരാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മെയിൽ ഐ ഡി നിങ്ങളുടെ കയ്യിലല്ലാതെ മറ്റാരുടെയെങ്കിലും കയ്യിലുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉണ്ടെങ്കിൽ ഉടനെ അത് പാസ്വേഡൊക്കെ മാറ്റി നിങ്ങൾക്ക് അതിൻ്റെ അവരുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് ലോഗൗട്ട് ചെയ്ത് നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാൻ സാധിക്കും. അത് ഞാൻ വീഡിയോക്ക് അവസാനം കാണിച്ചു തരാം. നിങ്ങൾ ഏത് മെയിൽ ഐ ഡി ഉള്ള ആളുടേതാണോ നിങ്ങൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ ആ മെയിൽ ഐ ഡിയാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളതോ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ കാമുകനോ കാമുകിയോ ഒക്കെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മെയിൽ ഐ ഡി നിങ്ങളുടെ ഫോണിൽ വേണം. ആ ഒരു മെയിൽ ഐ ഡിയാണ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്ത ശേഷം താഴെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ കാണാം യുവർ ടൈം ലൈൻ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ പോപ്പപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇതുപോലൊരു പോപ്പപ്പാണ് കാണാൻ സാധിക്കുക. ടുഡേ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്ന ടുഡേ എന്നുള്ളതിനകത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ ദിവസം, ഇന്നിപ്പോൾ ഞാൻ ഇവിടേക്ക് യാത്ര പോയിട്ടില്ല, അതുകൊണ്ട് തന്നെ ടുഡേ എന്നുള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇതുപോലെ ഡേറ്റ് കിട്ടും. ഈ ഡേറ്റിൽ നമുക്ക് ഓരോ ദിവസത്തെയും ഓരോ മാസത്തെയും മുഴുവൻ ഡീറ്റെയിൽസും, ഇപ്പോൾ ഇന്നലെ എങ്ങോട്ടാണ് പോയത്, ഏതൊക്കെ സ്ഥലം നമ്മൾ കവർ ചെയ്തു, ഏത് സമയത്താണ് പോയത്, എത്ര സമയം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തു എന്നുള്ളത് വരെ നമുക്ക് കൃത്യമായിട്ട് ഇതിനകത്ത് കിട്ടും. അതുപോലെ ഓരോ ദിവസത്തിൻ്റെയും ഡീറ്റെയിൽസ് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ജൂലൈ 1 ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. മുകളിലായിട്ട് ജൂലൈ 1 എന്നുണ്ട്. ഞാനത് സെലക്ട് ചെയ്തു. ഞാൻ ജൂലൈ 1 സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. താഴെ ഭാഗത്തേക്ക് നോക്കുക. ആദ്യത്തെ തന്നെ എൻ്റെ വീട്ടിലാണ് ഞാനുള്ളതെന്നുള്ള ആ സമയം കാണാൻ സാധിക്കും. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ സമയം. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ എപ്പോഴാണോ പുറത്തിറങ്ങുന്ന ആ സമയം കൃത്യമായിട്ട് കാണാം. രാവിലെ 8:31 വീട്ടിൽ നിന്ന് ഞാൻ ലെഫ്റ്റ് ചെയ്തത്. തൊട്ടടുത്തേക്ക് ഞാൻ മോട്ടോർ സൈക്കിളിലാണ് യാത്ര പോയത്. 22 മിനിറ്റ് യാത്ര പോയിട്ടുണ്ട്. ഏകദേശം 7 കിലോമീറ്റർ പരിസരത്തേക്ക് യാത്ര പോയിട്ടുണ്ടെന്നും 8:31 യാത്ര ആരംഭിച്ച് 8:53 ഞാൻ അവിടെ എത്തിയെന്നും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 2 വീലറിൽ ഞാൻ 2 സ്ഥലത്ത് എക്സ്ട്രാ കൂടുതലായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്തതും അതിൻ്റെ സമയം 8:53 മുതൽ 10:38 വരെ ഞാൻ ഉപയോഗിച്ചതും, അതിനുശേഷം ഞാൻ മോട്ടോർ സൈക്കിളിൽ തന്നെ രാവിലെ 10:38 മുതൽ 10:56 ഇടയിൽ യാത്ര ചെയ്തു. 18 മിനിറ്റ് 3.5 കിലോമീറ്റർ യാത്ര ചെയ്തെന്നും, അതിനുശേഷം ഞാൻ ഒരു സ്ഥലത്തേക്ക് പോയ ഒരു ഷോപ്പിലേക്ക് പോയി തുടങ്ങിയിട്ട് നമുക്ക് കൃത്യമായൊരു ഡീറ്റെയിൽസ് നമ്മൾ എവിടെയൊക്കെ യാത്ര പോയി ആ ദിവസം അവസാനം ഞാൻ 8:37 വൈകുന്നേരം രാത്രി 8:37 ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയ സമയം വരെ ഇതിനകത്ത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ എവിടെയൊക്കെ യാത്ര പോയി എന്നുള്ളത്, ഏത് വാഹനത്തിലാണ് യാത്ര പോയതെന്നൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ വലതുഭാഗത്ത് 6 സ്ഥലത്ത് ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇവിടെ വലതുഭാഗത്തേക്ക് അറുമാർ ക്ലിക്ക് ചെയ്താൽ ജൂലൈ 2 ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ ജൂലൈ 3 ഡീറ്റെയിൽസ് കിട്ടും. ഇനി ആ ഡേറ്റിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഡേറ്റും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ജൂൺ മാസത്തേക്ക് പോവുകയാണെങ്കിൽ അത് കിട്ടും. ജനുവരി, ഫെബ്രുവരി, ഏതൊക്കെ മാസം ഏതൊക്കെ ദിവസങ്ങൾ നിങ്ങൾ യാത്ര ചെയ്തെന്നുള്ള ഓരോ ഡേറ്റും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കാണാൻ സാധിക്കുകയും ചെയ്യും. മുകളിലായിട്ട് ട്രിപ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇൻസൈറ്റ്, പ്ലേസസ്, സിറ്റി, വേൾഡ് എന്നൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ വേൾഡിൽ നമ്മൾ ലോകത്ത് നമ്മൾ ഏതൊക്കെ രാജ്യത്ത് പോയി എന്നുള്ളതും യാത്ര പോയ സിറ്റികൾ ഏതൊക്കെയാണ് എന്നുള്ളതും, പ്ലേസസ് നമുക്ക് ഓരോ സ്ഥലത്തേക്ക് പോയ ആ ഒരു പ്ലേസ് ഏതൊക്കെ കടകളിൽ നമ്മൾ പോയി, ഏതൊക്കെ കടകളിൽ പോയി ഭക്ഷണം കഴിച്ചു എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇതിനകത്ത് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇൻസൈറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ ഡിഫറൻസിൽ നമ്മൾ യാത്ര പോയി എന്നും എത്ര സ്ഥലത്തേക്ക് നമ്മൾ നടന്നു പോയി എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇതിനകത്ത് കൃത്യമായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ട്രിപ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ എവിടെയൊക്കെ യാത്ര പോയി എന്നുള്ള, ഏതൊക്കെ സ്ഥലങ്ങൾ നമ്മൾ ട്രിപ്പിന് പോയി എന്നുള്ളതും ഇവിടെ കിട്ടും. ഡേ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നേരത്തെ പറഞ്ഞ പോലെ ഓരോ സെക്കൻഡുകളുടെയും ഓരോ മണിക്കൂറുകളുടെയും ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു വെക്കുക. നിങ്ങളുടെ മെയിൽ ഐ ഡി ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ അവർക്ക് കണ്ടെത്താൻ സാധിക്കും. നിങ്ങൾ യാത്ര പോയിട്ടില്ല എന്ന് പറഞ്ഞാലും അവർക്ക് ഇവിടെ വെച്ച് ചെക്ക് ചെയ്താൽ നിങ്ങൾ യാത്ര പോയ സ്ഥലം കാണാൻ സാധിക്കും. ഇനി നിങ്ങളുടെ മെയിൽ ഐ ഡി മറ്റാരെങ്കിലും ലോഗിൻ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത്
നമ്മുടെ പ്രൊഫൈലിൻ്റെ ചിഹ്നം കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏത് മെയിൽ ഐ ഡി ആണോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുക്കണം. താഴെ മെയിൽ ഐ ഡിക്ക് താഴെ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. താഴെ ഭാഗത്തേക്ക് വന്നാൽ സെക്യൂരിറ്റി ആൻഡ് സൈൻ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നോക്കി യുവർ ഡിവൈസസ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ഏറ്റവും താഴെ ഭാഗത്ത് മാനേജ് ഓൾ ഡിവൈസസ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കാണാൻ സാധിക്കും 3 ഫോണിലും എൻ്റെ ഇത് ലോഗിൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടറിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിലല്ലാതെ മറ്റേതെങ്കിലും ഡിവൈസിൽ നമ്മുടെ മെയിൽ ഐ ഡി ലോഗിൻ ചെയ്തിട്ടുണ്ട് എന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ അവസാനത്തിൽ കാണുന്ന ഈ വലതു ഭാഗത്തേക്കുള്ള ആരോ മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സ്ക്രീൻ ലോക്ക് ചിലപ്പോൾ ചോദിക്കും, സ്ക്രീൻ ലോക്ക് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് സൈൻ ഔട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും, ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യാൻ ശേഷം നിങ്ങളുടെ പാസ്വേഡ് മാറ്റി കൊടുക്കുക. അപ്പോൾ ഏത് മൊബൈൽ ഫോണിലാണോ നിങ്ങളുടെ മെയിൽ ഐ ഡി കാണുന്നെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലല്ല മറ്റേതെങ്കിലും മൊബൈലാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അറിയാത്ത മൊബൈലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഇവിടെ സൈൻ ഔട്ട് കൊടുക്കുക, ശേഷം നിങ്ങൾ പാസ്വേഡ് മാറ്റി കൊടുക്കുക. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ ഐ ഡി ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓഫാക്കാൻ സാധിക്കുകയും ചെയ്യും. നിങ്ങളുടെ യാത്രകളും വിവരങ്ങളും മറ്റുള്ളവർക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.